മതിയല്ല കിടുക്ക സൗണ്ടാ കേട്ടോ. ഞാൻ പൈസ കൊടുത്ത് കല്യാണത്തിന് വിളിച്ച രാജാ സൗണ്ടിന്റെ നമ്മൾ ഇടയത്തുള്ളത് അടിപൊളിയാ. കിടിക്കണ്ട എന്താ പെണ്ണുമ്പള്ള വന്നിട്ടാണ് ആണ്ട കുരിഞ്ഞ് കിടിക്കുന്നത്. നീ ഇന്നലെ രാത്രി ഇതൊന്നും അല്ലല്ലോ അവിടെ കയറ്റിയത്. ഈ നിലത്ത് രണ്ട് കുറ്റുകുറ്റി അതോടെ കയറ്റിയത്. എന്താടാ എനിക്ക് ഒരു കസാര കഴിഞ്ഞു അവർക്ക് ഇന്നലെ ഒരു ചടങ്ങ് എന്തായിരുന്നൊക്കെ അവിടെ. എന്റെ പൊന്നു ബാബാനെ 2 ഗ്ലാസ് വെള്ളവനാ സോനിയുടെ കല്യാണത്തിന് ഒളിച്ചു കുടിച്ചതുള്ളൂ കേട്ടോ. എന്നിട്ട് ഒന്ന് കിളിക്കുന്നുണ്ടിരുന്ന കേട്ടോ. നീ രഘുവിന്റെ മോനോടാ നന്നായിട്ട് എടുത്ത് വയറിലാക്കി പിന്നെ വെട്ടി തീരാൻ കേട്ടോ. ഇനി അതുകൂടെ ഉള്ളു കുരു കേട്ടോ. നീ ചായ കുടിച്ചോടാ. ചായ കുടി നന്നായി കുടി. എടാ കുടിയല്ല കളയുന്നോ. ചായ കുടിക്കുന്ന കൊള്ളാം, വീടിന് മുമ്പിൽ നിൽക്കുന്ന കൊള്ളാം. സിപ്പറാ നിന്റെ ചെറുക്കൻ എടുക്കട സിപ്പറാ. അല്ല ഫ്രണ്ടി വന്നിരിക്കുന്ന ഇരിപ്പ് നോക്ക് കേട്ടോ. പൊന്നു പാവാന് മക്കളെ എടാ 5 പൈസ സ്ത്രീധനം കൊടുക്കാതാ ചേച്ചി ഈ കല്യാണമൊക്കെ നടത്തുന്നത്. മെനക്കെട്ടോ വാങ്ങിക്കും. എനിക്കറിയത്തില്ല എന്താ, പക്ഷെ എല്ലാരും ആഹാരം കഴിച്ചിട്ടേ പോകാവൂ. മനസ്സിലായില്ല. നല്ല ഒന്നാ ചേച്ചി കാര്യം പറയാം. ഈ പാചകക്കാരനൊക്കെ ശരിയാ. ആ കലവറ ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുവാ. ഞാൻ അല്ലടാ പാചകത്തിൽ വന്നിട്ട് AC റൂമിൽ ഇരുത്തടാ. ഞാൻ പാചകത്തിൽ വന്നിട്ട് പിന്നെ നീ കഷ്ടപ്പെടാതെ ഞാൻ എന്താ വേണോടാ. അതല്ലെന്ന് പിന്നെ ഇതുവരെ പച്ചക്കറി വന്നില്ല. പച്ചക്കറി ഞാൻ വിളിക്കും. കൈവറച്ച് കാശ് വന്ന പച്ചക്കറി വന്നില്ലടാ. എടാ മാനം മര്യാദയായിട്ട് ഇവിടുന്ന് കല്യാണം നടത്താൻ ഞാൻ സ്വഭാവം പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ കാര്യം പറയാം. എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചേച്ചി ഏൽപ്പിച്ച് എന്തെങ്കിലും കാര്യം ചേച്ചി വൃത്തിയായിട്ട് ചെയ്താ. ഞാൻ എന്താ ചെയ്യാതിരുന്നത്? എന്താ ചെയ്യായിരുന്നു? ആള് കൂടുന്നിടത്ത് ലൈറ്റ് അമ്പത്തിട്ട് ചേച്ചി ഇട്ടോ? ഇട്ടല്ലോ. എവിടെ ഇട്ടത്? ആ കക്കൂസിന്റെ അവിടെ. ഇവിടെ പാചകമാരാ. ഇതെല്ലാം കഴിയുമ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുന്നത് അവിടെ ആയിരിക്കും. ഞാൻ കറക്റ്റായിട്ട് തന്നെ കൊടുത്തു ലൈറ്റ്. എന്താണ് കളിയാക്കുന്ന? ഈ കിച്ചടിയുടെ ഉപ്പം നോക്കി. ആ കിച്ചടി കളിയും രാജന്റെ കല്യാണത്തിന് ആയിരുന്നു പാചകം. എല്ലാം ടേസ്റ്റ് ചെയ്താൽ പറ്റും. കല്യാണം മുറിഞ്ഞേ. എന്റെ ദൈവമേ എടാ കിച്ചടി കുപ്പിലടാ കാല. കിച്ചടി കുപ്പില്ലടാ. സദാശിവന്റെ കുഴപ്പം ഉപ്പിടത്ത്. എന്താ കിച്ചടിയിൽ ഉപ്പിടാ കിട്ടണ്ട. ഇനി നോക്കി പറഞ്ഞില്ലെങ്കിൽ പെണ്ണുങ്ങളെ എന്നെ തള്ളക്ക് വിളിച്ചിട്ട് പോത്തില്ലയോ. നല്ല കറക്റ്റ് നല്ല കിടക്ക് കേട്ടോ. സദാശിവന്റെ കൈപുണ്യം. സദാശിവൻ അവിടെ ഉപ്പിട്ടാ മതി, ഇവിടെ കിട്ടും. അപ്പൊ സദാശിവന്റെ പൈസ ഈ മേശ ഇരിക്കും. അവൻ അവിടെ ചെന്ന് തുറക്കുമ്പോ അവിടെ കിട്ടും. അണ്ണാ മരം കയറാൻ പോയാ കാലിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഭർത്താവിടെ കല്യാണ ദിവസമായിട്ട് ഈ കാലിന് വല്ല കാര്യമുണ്ട്. ഇത്ര ആൾക്കാർ വന്നിരിക്കുന്ന നാളെ കെടുത്താനായിട്ട് ഈ ശോഭനയുടെ അനിയത്തിയുടെ കല്യാണത്തിന് കാലമാണ്. എന്റെ പൊന്നുമക്കളെ ഇങ്ങനെയുണ്ടോ വിജയ് ഭ്രാന്ത്? വിജയ് എന്ന് പറഞ്ഞ ഈ കാലം മരിക്കും. അല്ല എനിക്ക് വിജയ് വലിയ ഇഷ്ടമാ. പക്ഷെ ഇങ്ങനെ ഭ്രാന്തലുണ്ടോ? എന്റെ പൊന്നു മോനെ ഒരു കാര്യം ഉറപ്പാ. എന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ച് സാധനം വാങ്ങിക്കാൻ നമ്മൾ പോയതാ. ഒന്നുറപ്പാ അഞ്ചല അർച്ചനാ പാറി കയറിയ പട്ടി 290 വരയ്ക്കത്ത് വിജയുടെ സിനിമ കാണാൻ കയറി കാണും. എന്റെ ഭാവാനെ ഒരിക്കത്തെ വിജയ് ഭ്രാന്തെന്ന് വെച്ചാൽ ഒടുക്കത്തെ വിജയ് ഭ്രാന്ത്.